പ്രിയരേ, നമ്മളീ ലോകത്തിൽ ഇനി കാണില്ല പ്രിയരേ, നമ്മളീ ലോകത്തിൽ യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ, യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ ചേരാൻ പ്രിയരേ കാണാം അവിടെ പിരിയാം ഇപ്പോൾ കാണാം അവിടെ മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാഖ വിണ്ണിൽ നിന്നൻ മരണത്തിൻ സന്ദേശവുമായി വന്നരുകിൽ കേട്ടു നടുങ്ങി മനമിളകി പേടി വളർന്നൻ സ്വരമിടറി മിഴിനീർ തൂകിയുണർത്തിച്ചു ഞാനൊരു നിമിഷമൊരുങ്ങട്ടെ. ദൂതൻ പ്രാർത്ഥന കേട്ടില്ല, സമയം തെല്ലും തന്നില്ല, മൃതിയുടെ പിടിയിലമർന്നു ഞാൻ നാദാനീദാനവലംബം. ദൂതൻ പ്രാർത്ഥന കേട്ടില്ല, സമയം തെല്ലും തന്നില്ല. നീതിമാന്മാർ ആനന്ദിക്കും നാട്ടിൽ ദൈവനാമ കീർത്തനം പാടാൻ. നീതിമാന്മാർ ആനന്ദിക്കും നാട്ടിൽ ദൈവനാമ കീർത്തനം പാടാൻ. പോകുന്നു എൻ സ്വന്ത ബന്ധങ്ങളേതു പിന്നിൽ മനസാലുപേക്ഷിച്ച് പോകുന്നു എൻ സ്വന്ത ബന്ധങ്ങളേതു.
മനസാലുപേക്ഷിച്ച് പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ, പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ. ജന്മം വെടിയുമ്പോൾ എൻ യാവേ നിന്നിൽ ഞാൻ ശാന്തമായി ചേർന്നിടും പുഴക്കടലിൽ ചേരും പോൽ മാലാഖമാരെന്നെ എതിരേൽക്കുവാനണയും ഈ ചിന്തകളാൽ കണ്ണീരാറ്റിടുവിൻ. എൻ സ്നേഹം നിങ്ങൾ തൻ കൂടെ വസിക്കും പ്രിയരേ. ഇല്ലൊന്നും കൂടെയെടുപ്പതിനാ നാം ചെയ്യും നന്മകളല്ലാതെ പൊന്നും പണവും വെറുതെയല്ലോ സ്വർഗീയ വീട്ടിൽ. ഓർക്കുക എൻ പ്രിയരേ, ഈ ജന്മം വെടിയുമ്പോൾ എൻ യാവേ നിന്നിൽ ഞാൻ ശാന്തമായി ചേർന്നിടും പുഴക്കടലിൽ ചേരും പോൽ. എൻ പേർക്കായി ക്രൂശിതനായവനേ,
യോർച്ചായൻ ദർശന സമൂഹത്തിലെ നമ്മുടെ സെൻറ് മേരീസ് ബസിലിക്ക ഇടവകയിലെ ദർശന സമൂഹത്തിലെ വളരെ സജീവമായിട്ടുള്ള ഒരു അംഗമായിരുന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും എന്ന നിലയിൽ ഒരു വർഷം പ്രസിദ്ധിയായിട്ട് തിരുനാൾ വളരെ മനോഹരമായ രീതിയിൽ നടത്തുവാനും ഒക്കെ അദ്ദേഹത്തിന് സാധിച്ചു. തീർച്ചയായിട്ടും അതെല്ലാവരും നന്ദിയോടെ ഓർക്കേണ്ടതായ കാര്യമാണ്. സഭയോട് ചേർന്ന സഭയുടെ പ്രവർത്തനങ്ങളിൽ പ്രത്യേകിച്ച് ദർശന സമൂഹവുമായി ബന്ധപ്പെട്ട ഇതൊക്കെ ചെയ്ത എല്ലാ സേവനങ്ങളെയും നന്ദിയോടെ ഓർക്കേണ്ട അവസരമാണിത്. നമുക്ക് അദ്ദേഹത്തിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. ഇടവകയും അതുപോലെ ദർശന സമൂഹവും പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ദർശന സമൂഹത്തിലെ പ്രതിനിധികൾ എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരുടെ പേരിൽ കുടുംബാംഗങ്ങളുള്ള ആത്മാർത്ഥമായ അനുശോചനം രേഖപ്പെടുത്തുന്നു. എല്ലാവരും ചേർന്ന് ഈ യോർച്ചായൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ചെയ്യും. മരിച്ചുവരെയേൽപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കരുണയുള്ള കർത്താവേ, വിളിക്കുകയും സങ്കടപ്പെടുന്നതിനെ ആശ്രയിക്കുന്ന വാഗ്ദാനം ദാസനെ ആശ്രയിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എന്റെ കർത്താവിനെ ഞാൻ പ്രവർത്തിക്കൂ. മഹിമയുടെ അന്തിമ നാളിൽ കർത്താവെ നീ അണയുമ്പോൾ കരുണയുടെ എന്നെ നിർത്തണമേ. നല്ലവരത്ത് വലം ഭാഗേ അതുതാൻ ഞങ്ങൾക്ക് ഉത്ഥാനം രക്ഷയുയരും നൽകുന്നു. ആകാശവും ഇതിൻ്റെതാവുന്നു, ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായുസോ. പാടും മൃതരാമരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലേ. മാമോദീസ വഴിയങ്ങേ സുതരാണവരെന്ന് ഓർക്കണമേ. ോരാനന്ദിക്കും കർത്താവേ നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കേൾക്കുമ്പോൾ മൃതരിൽ ജീവനുദിക്കുന്നു. പുത്രൻ റൂഹായി മതനാമെന്നിൽ കരിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണോ. ആദ്യം മുതൽ തെളിവായി എന്നോട് തിരുവിളിയെല്ലാം കാണുന്നു. നിരവധിയായ പാപങ്ങൾ നിരയായി വിധിക്കല്ലേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഇറങ്ങി വയ്ക്കേണ്ടത് അധികം പാവങ്ങൾ മായ്ച്ചുകളെ ചെയ്യുമാറാകട്ടെ. മഹനീയമാതൃത്വങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും ശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. ഭൂമിയിലും സംഗനാവുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയെ നീയാവുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും ശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. ഉന്നത ധ്രുവനാമിശിഹാനാഥ മതരെല്ലാരും മിന്നി വിളങ്ങൂ. വദനമൊടുണരാൻ വരമരുളേണോ. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. അന്ത്യമിടാത്തോരവികലമോദം നുകരാൻ മൃതരെ മഹിമാവൊഴുകും മണവറയെങ്കിൽ ചേർക്കണമീശോ. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു. മരിച്ചവരെയേൽപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നിന്നെ ഞാൻ വിളിക്കുന്നു. പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്കു രക്ഷ
രക്ഷയുണ്ടാകും. പാപമോചനത്തിന്റെ പക്കൽ നിന്നാവുന്നല്ലോ. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാവുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ, നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. അവൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേൽ കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പകലാവുന്നു. ഇസ്രായേലിനെ അതിന്റെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും. പരിശുദ്ധാത്മാവിന് സ്തുതി. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ അർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ജീവോ ജീവദായകമായ കർത്താവേ, ആശീർവദനീയമായ നീ ദൈവസുദ്ധരുടെ ദാസനെ വിളിക്കുകയും എന്റെ വലതുഭാഗം നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പുറക്കുന്നവനും കരുണ നിറഞ്ഞ നീതിമാനായ കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മത്സരം ജീവിക്കണമേ, ജീവിക്കുന്നത് യാവനം പരിപാലിക്കണമേ. ഉത്ഥാനം ദൃശ്യങ്ങളുടെ മഹിമയോടെ അർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സർവ്വത്തിന്റെയും നാഥനും ദൈവമായ മിശിഹായേ, എന്റെ കുശലയാളത്തോട് ദൈവത്തിനോട് നമ്മുടെ വലമേ ഞങ്ങൾ കൃഷ്ണാവുകയും സ്വർഗ്ഗരാജ്യത്തിന്റെ വാതിൽ തുറക്കപ്പെടുകയും മത്സരാക്ഷരായി അവരുടെ തുറക്കുകയും ദുഷ്ടമാന്മാർ വധിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ ദിവസത്തിൽ ആരംഭത്തിൽ നിന്ന് സജ്ജമാക്കപ്പെട്ടെങ്കിൽ സ്വർഗ്ഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരനെ സ്വീകരിക്കണമേ. ഞങ്ങളുടെ സമൂഹത്തിലും എന്റെ കൃപയും അനുഗ്രഹവും വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിന്നോടും
സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണ്ണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണ്ണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ എന്നെയോർത്തിനി കരയല്ലേ, ആത്മനാ കൂടെ ഞാനുണ്ടല്ലോ. എന്നെയോർത്തിനി കരയല്ലേ, ആത്മനാ കൂടെ ഞാനുണ്ടല്ലോ. ഭൂവിൽ നിങ്ങൾ ആനന്ദിക്കാൻ ദ്യോവിൽ ഞാൻ പ്രാർത്ഥിച്ചിടുന്നു. ഭൂവിൽ നിങ്ങൾ ആനന്ദിക്കാൻ ദ്യോവിൽ ഞാൻ പ്രാർത്ഥിച്ചിടുന്നു. സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണ്ണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ പൈതലമ്മ തന്മാറിലായി ചേർന്നുറങ്ങുന്ന ശാന്തത. പൈതലമ്മ തന്മാറിലായി ചേർന്നുറങ്ങുന്ന ശാന്തത. എൻ്റെ ആത്മാവിനേകുവാൻ ദൂതനുണ്ടെൻ്റെ ചാരത്ത്. എൻ്റെ ആത്മാവിനേകുവാൻ ദൂതനുണ്ടെൻ്റെ ചാരത്ത്.
ലോകമേ എൻ്റെ ഗേഹമേ ഞാൻ യാത്രയാകട്ടെ ശാന്തമായി. ലോകമേ എൻ്റെ ഗേഹമേ ഞാൻ യാത്രയാകട്ടെ ശാന്തമായി. ഓർത്താലോ ലോക ജീവിതം ഒരു സത്രമല്ലയോ പാർക്കുവാൻ. ഓർത്താലോ ലോക ജീവിതം ഒരു സത്രമല്ലയോ പാർക്കുവാൻ. നേരമാകുമ്പോൾ സ്വന്ത വീടതിൽ ചേരുവാൻ നമ്മൾ പോകണം. നേരമാകുമ്പോൾ സ്വന്ത വീടതിൽ ചേരുവാൻ നമ്മൾ പോകണം. ലോകമേ എൻ്റെ ഗേഹമേ ഞാൻ യാത്രയാകട്ടെ ശാന്തമായി. ലോകമേ എൻ്റെ ഗേഹമേ ഞാൻ യാത്രയാകട്ടെ ശാന്തമായി. അല്പകാലമീ യാത്രക്കാർ നമ്മൾ പാരിൻ വീതിയിൽ ഒന്നിച്ചു. തമ്മിൽ തമ്മിൽ നാം സ്നേഹിച്ചു. സുഖ ദുഃഖമേതുമേ പങ്കിട്ടു. എപ്പോൾ ദൈവം വിളിച്ചാലും അങ്ങ് പോകയെന്നതല്ലേ ചിതം. ഉണർവോ നിദ്രയോ ജോലി എന്നല്ല, എപ്പോഴായാലും പോകണം. ഏതൊരാപത്തു വന്നാലും ഓടിയെത്തുന്ന പ്രിയ സ്നേഹിത എൻ്റെ ദാസനെ ആശ്വസിപ്പിക്കുന്നു. ജീവന്റെ ഭരണത്തിലെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും കർത്താവേ ഞാൻ പ്രവർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെ നിർത്തണമേ. നല്ല വരുത്തുവലം ഭാഗേ കർത്താവേ നിന്നെ ഞാൻ ആശ്രയിച്ചു. കർത്താവേ നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്ക് ഉദ്ധാനം രക്ഷയും ഉയരും നൽകുന്നു. ആകാശവും ഭൂമി നിന്റേതാകുന്നു. ആകാശവുമേ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവന ഭയം നീ നൽകണമേ മൃതനായുസ്സും. അവരാനന്ദ കീർത്തനങ്ങൾ പാടും. മൃതരാമരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. മാമോദീസ വഴിയങ്ങേ സുതരാണവരെന്നോർക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരിലാരും ശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവൻ ഉദിക്കുന്നു. പിതാവിന് പുത്രന് പരിശുദ്ധാത്മാവിന് സ്തുതി. ഭാവാപുത്രൻ റൂഹായി മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. ആദ്യം മുതൽ നീക്കുമാമേ. തെളിവായ എന്നോട് നാഥാവിൻ തിരുവിഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായ എന്നെ വിധിക്കില്ലേ.
പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധികം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ തത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. നീ ആകാശത്തിലും ഭൂമിയിലും സുദൃഢനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശ നീയാകുന്നു. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഫോട്ടോ എടുക്കാനുണ്ടെങ്കിൽ ഫോട്ടോ എടുത്തോളൂ. നീതിമാന്മാരെ കർത്താവിനെ സ്തുതിക്കുവിൻ. സമയമെടുത്തു ദൈവമീതാ ന്യായാധിപനായി അണയുന്നു. സ്വീകരണത്തിനൊരുങ്ങിടുവിൻ. സൽകൃത്യങ്ങൾ ചെയ്തിടുവിൻ. പരിശുദ്ധന്മാർക്ക് അവനേകും നിത്യാനന്ദവും ആശിസ്സും. കർത്താവ് തന്റെ വിധി വിളംബരം ചെയ്യും. ഈശോനാഥൻ ചൊല്ലുന്നു, ഞാനല്ലോ പുനരുത്ഥാനം, ഞാൻ തന്നെ നിത്യായുസ്സും. എന്നിൽ ദൃഢമാം വിശ്വാസം ചെപ്പോനിവിടെ മരിച്ചാലും നൽകും ഞാൻ അവനുത്ഥാനം. ദൈവമേ, ആരു നിനക്ക് തുല്യനാകും? എതിരേൽപ്പിനായി വന്നവരാം കന്യകമാരോടവൻ നരരെ ഉപമിച്ചതു ഞാൻ അറിയുന്നു. മണവാളൻ തൻ വിളി കേൾക്കെ നിദ്രയുണർന്ന കന്യകമാർ വേഗമെടുത്തു വിളക്കുകളും. രാജമന്ദിരത്തിൽ അവർ പ്രവേശിക്കും. മരിശാലിനികൾ കന്യകമാർ എണ്ണ പകർന്നു വിളക്കുകളിൽ തിരികൾ കൊളുത്തിയൊരുക്കുന്നു. മണവാളനതാ സ്വർഗത്തിൽ വാതിൽ തുറന്നകമണയുന്നു. കന്യകളാൽ പരിസേവിതനായി. സഹോദരങ്ങളെ, അച്ഛൻ്റെ അടുത്ത് വന്ന് കണ്ട് പ്രാർത്ഥിച്ചു പോകേണ്ടവര് മുന്നോട്ട് വന്ന് കണ്ട് പ്രാർത്ഥിച്ചു നോക്കുള്ളൂ. അത് വലിയ പിശിന്റെ ഭാഗം ചെല്ലുന്നതേ ഉള്ളൂ. നമുക്ക് വന്ന് അടുത്തേക്ക് വരേണ്ടവർ വന്ന് കണ്ട് പ്രാർത്ഥിച്ചിട്ട് പോകണേ. ദുഷ്ടർക്ക് അവരുടെ പ്രതിഫലം നൽകുന്നു. മതിയറ്റവരാം കന്യകമാർ എണ്ണ വിളക്കിലെടുത്തില്ല, തിരികൾ കൊളുത്തിയൊരുക്കിയില്ല. വാതിലടച്ചു മണവാളൻ, നിഷ്കാസിതരായ അവരെല്ലാം നൈരാശ്യമോടെ കരയുന്നു. നീതിമാനായ നിന്റെ വിധി നിഷ്പക്ഷമാകുന്നു. അധ്വാനത്തിനനുഗുണമായി പ്രതിഫലമീശൻ നൽകുന്നു. നല്ലവനേകും നാഗസുഖം, ദുഷ്ടന്മാർക്കോ തീ നരകം. നാഗത്തിൻ കതിരണയില്ല, നരകത്തിൻ തീ കെടുകില്ല. നീ അവർക്ക് വേണ്ടി സജ്ജമാക്കിയ സ്ഥലത്ത് വിശ്രാന്തിക്കായുന്നതമാം പറുദീസായിൽ ചെന്നൊടുവിൽ പരിശുദ്ധന്മാരൊരുമിക്കും. അവിടെ അവർക്കെല്ലാധ്വാനം പീഠയുമാധികമില്ലവിടം സൗഭാഗ്യത്തിൻ വിളനിലമാം. എത്ര വിശിഷ്ടവും മനോഹരവുമാകുന്നു പരിശുദ്ധന്മാർ കുടികൊള്ളും കബറിടം. എത്ര മനോഹരമാം അവരുടെ മരണം ധന്യവുമാം. തുലനം ചെയ്യിൽ മന്നവത്തൻ പൊങ്ങി വിളങ്ങും കൊട്ടാരം. തിമിരം തിങ്ങും പാഴ്ക്കുടിലാ. കർത്താവേ, നീ നല്ലവനാകുന്നു. കരുണാനിധിയാം കർത്താവേ, പാപം നോക്കി വിധിക്കരുതേ. നീ അവ നോക്കിയളന്നീടിൽ. മാമലനിരയേക്കാളേറ്റം ഘനമുള്ളവയായി കാണും നീ. ഓർക്കരുതോർക്കരുതവയൊന്നും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം മിശിഹാ കർത്താവേ,
നിന്നുടെ യാഗമ ദിവസത്തിൽ പുനരുത്ഥാനം നൽകണമേ. പരിശുദ്ധന്മാരൊത്തുവലം ഭാഗത്തെന്നെ നിർത്തണമേ. ശരണം മർത്യനു നീയല്ലോ. ആദിമുതൽ കൃപയോലും നിൻ വലതുകരം നീട്ടി അനുഗ്രഹമേകണമേ. സഭയെ കാത്തു ഭരിക്കണമേ. മരണത്തിൻ വായ് പൂട്ടണമേ. ശാന്തി ജഗത്തിൽ വിതയ്ക്കണമേ. കരുണാനിധിയാം കർത്താവേ. യോവാശന്റെ പുത്രിയെ ഉയർപ്പിച്ച് അയാളെ ആശ്വസിപ്പിച്ച കർത്താവേ, പ്രിയപ്പെട്ട ഈ അപ്പന്റെ വേർപാടിൽ ദുഃഖാർത്ഥരായിരിക്കുന്ന നിന്റെ മക്കളെ ആശ്വസിപ്പിക്കണമേ. നിരാശരാകാതെ അവരെ ഉത്ഥാനത്തിന്റെ പ്രതീക്ഷയാൽ ധൈര്യപ്പെടുത്തണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. കർത്താവേ അനുഗ്രഹിക്കണമേ. സ്ഥിരമല്ലോ ഭുവനവും അതിലെ ജടികാശകളും നേർപ്പോളകൾ പോൽ എല്ലാം മാഞ്ഞടിയുന്നു. അസ്ഥിരമല്ലോ ഭുവനവും അതിലെ ചെടികാശകളും നീർപ്പോളകൾ പോൽ എല്ലാം മാഞ്ഞടിയുന്നു. ഇന്നലെയുള്ളോരിന്ന് വിടില്ല, ഇനി വരുകില്ല. യാത്രക്കാരാ മുന്നിലതാ നിൻ കബറിടമല്ലോ. അസ്ഥിരമല്ലോ ഭുവനവും അതിലെ ജടികാശകളും നീർപ്പോളകൾ പോൽ എല്ലാം മാഞ്ഞടിയുന്നു. പറുദീസ ഞാൻ കണ്ടൊരു ദിനമെൻ ഭാവന തന്നിൽ എത്ര വിശിഷ്ടം സുഖസമ്പുഷ്ടം ദർശന സുഭഗം. അസ്ഥിരമല്ലോ ഭുവനവും അതിലെ ജടികാശകളും നീർപ്പോളകൾ പോൽ എല്ലാം മാഞ്ഞടിയുന്നു. ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. ഞാൻ വിളിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ. നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ നമുക്ക് രക്ഷ ഉണ്ടാകും. എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. ഞാൻ ശരണപ്പെടുന്നു. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. പുലരിയാകുവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കാത്തിരിക്കുന്നു. അവൻ കരുണയുള്ളവനാകുന്നു. പരിശുദ്ധാത്മാവിന് സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. അഗാധത്തിൽ നിന്നും നിന്നെ ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. കരുണ്യവാനും മനുഷ്യവംശത്തിന്റെ സംരക്ഷകനുമായ ദൈവമേ, അഭേദ്യമായ നിന്റെ കൽപ്പന അനുസരിച്ച് മരണം വഴി ലോകത്തിൽ വേർപിരിഞ്ഞു പോയ ഈ അപ്പന്റെ ആത്മാവിനെ വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയ മണവറിലേക്ക് നയിക്കുവാനായ വാനമേഘങ്ങളിൽ നീ മഹത്വത്തോടുകൂടെ ആകുന്നതിനാകുമ്പോൾ കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ നിത്യാനന്ദത്തിലേക്ക് ഈ ആത്മാവിനെയും നീ സ്വീകരിക്കണമേ. അവിടെ നിന്റെ പരിശുദ്ധരോടുകൂടെ സന്തോഷപൂർവ്വം നിന്നെ പാടി പുകഴ്ത്തുവാൻ വേണ്ടി നീ അനുഗ്രഹത്തിന്റെ ജലത്താൽ ഈ നിന്റെ അനുഗ്രഹത്തിന്റെ ജലത്താൽ ഈ ആത്മാവിന്റെ കറകൾ കഴുകി വിശുദ്ധീകരിക്കണമേ. എപ്പോഴും എപ്പോഴും നീക്കും. ഈ വിശ്വാസത്താൽ ധൈര്യപ്പെട്ട് ഞാൻ
നേരത്തെ കാത്തുകൊണ്ട് ശ്രദ്ധിക്കുന്നു. മുതിർച്ചവനത്തിൻ്റെ മാതാവേ, എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപനം കേൾക്കണമെന്ന്. കർത്താവിനെ ഞാൻ പ്രവർത്തിക്കും മഹിമയുടെ അന്തിമ വിധി നാളിൽ. കർത്താവെ നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ, നല്ലവരൊത്തു വലം ഭാഗേ. കർത്താവേ, നിന്നെ ഞാൻ ആശ്രയിച്ചു. കർത്താവേ, നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാ ഞങ്ങൾക്ക് ഉത്ഥാനം രക്ഷയും ഉയരും നൽകുന്നു. നിന്റേതാവുന്നു ആകാശവും ഈ ഭൂതലവും, താവകമല്ലോ കർത്താവെ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായസ്സും. അവനനന്ത കീർത്തനങ്ങൾ പാടും മൃതരാമരുടെ പാവങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലേ. മാമോദീസ വഴിയങ്ങേ സുതരാണവരം നോക്കണമേ. സന്തോഷത്തിൽ അവരാനന്ദിക്കും കർത്താവേ, നിൻ ശോണിതവും ദിവശരീരവും അറിവോട് ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവീരും ചേർക്കണമേ. അവരിലാരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവൻ ഉദിക്കുന്നു. പരിശുദ്ധാത്മാവിനും സ്തുതി. ബാബാപുത്രൻ റൂഹായെ മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ആദ്യം മുതൽ എന്നേക്കുമാമേ. തെളിവായ എന്നോട് നാഥാദിൻ തിരുവഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായി എന്നെ വിധിക്കല്ലേ. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും ദയാദിക്കും ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. വിനീയമായ നിന്റെ ത്രിത്വത്തിന് അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ഉന്നത നിർഭനാം മിശിഹാനാഥ, മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാൻ വരമരുളേണം. ഉന്നത നൃപനാം മിശിഹാനാഥ, മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാൻ വരമരുളേണം. വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാകളനാഥം പൂജിതമല്ലോ. ഉന്നതനാം മിശിഹാനാഥ, മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാൻ വരമരുളേണം. വികലമോധം നുകരാൻ മൃതരെ പഹിമാവൊഴുകും മണവറയിങ്കൽ ചേർക്കണമീശോ. ഉന്നത നൃപനാം മിശിഹാനാഥ, മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാൻ വരമരുളേണം. സകലത്തിന്റെയും നാഥനും ദൈവവുമായ മിശിഹായെ, നിന്റെ പുരുഷന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ കമ്പടിയോടും കൂടെ വനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചു പ്രക്ഷയരായ കപടങ്ങൾ നീർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ വിധിവൃക്ഷത്തിൽ നിന്നെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് സഹോദരനെ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. പ്രാർത്ഥനയും
ഒക്കെ ആയിരുന്നു എന്നുള്ളതിനും സംശയമില്ല. 103-ാമത്തെ സങ്കീർത്തനത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവൻ്റെ അനുഗ്രഹം ഉണ്ടായിരിക്കുമെന്ന്. മാമോദീസായിലൂടെ തനിക്ക് ലഭിച്ച അനുഗ്രഹം, വിശ്വാസത്തിലൂടെ തനിക്ക് ലഭിച്ച അനുഗ്രഹം, വിശ്വാസത്തിൽ ആഴപ്പെടാനും ദൈവം തന്ന മക്കളെ ഓരോരുത്തരെയും ദൈവാലയത്തോട് ചേർത്ത് നിർത്താനും വിശ്വാസത്തിൽ ആഴപ്പെടുത്താനും വിശ്വാസ പരിശീലനം നടത്തി അവർക്ക് അത്യാവശ്യമായിട്ടുള്ള വിധിയെല്ലാം നൽകി അവരെ അയക്കേണ്ടിടത്തേക്ക് ഉന്നത നിലവാരത്തിൽ അയക്കാനും അച്ഛൻ കാണിച്ച ആ പ്രത്യേകമായിട്ടുള്ള താല്പര്യവും വിവേകവും നമുക്ക് ഏവർക്കും അഭിമാനകരമായ കാര്യമാണ്. ഓരോ മക്കളും അവരുടേതായ ജീവിത ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നടത്തുന്നു. തീർച്ചയായിട്ടും തനിക്ക് ലഭിച്ച അനുഗ്രഹം തൻ്റെ പങ്കാളിക്കും മക്കൾക്കും കൊച്ചുമക്കൾക്കുമൊക്കെ നൽകി ഒരു അനുഗ്രഹത്തിൻ്റെ അടയാളമായി തീർന്നതുകൊണ്ടാണ് പ്രകാരമെല്ലാം സാധിക്കുന്നത്. മൂത്ത മകനെ ആണെങ്കിൽ സണ്ണിച്ചനും അതുപോലെ തന്നെ ഭാര്യ ലൈലയും ഇവിടെ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുന്നു, പരിചരിക്കുന്നു. മറ്റു മക്കൾ വിദേശത്ത് ജോലിയിലായിരിക്കുമ്പോഴും സ്വദേശത്തും വിദേശത്തുമൊക്കെ ജോലിയിലായിരിക്കുമ്പോഴും അവധി കിട്ടുന്ന അവസരത്തിൽ മറ്റിടങ്ങളിലേക്ക് യാത്ര ചെയ്തതിനേക്കാൾ ഉപരിയായിട്ട് അവധിക്കാലങ്ങളിൽ അപ്പൻ്റെയും അമ്മയുടെയും അടുക്കലിരുന്നു കൊണ്ട് പരിചരിക്കുന്ന കാര്യത്തിൽ ഏറെ താല്പര്യം കാണിക്കുന്നതും കണ്ടിട്ടുള്ള കാര്യമാണ്. അതെല്ലാം തീർച്ചയായിട്ടും അവരുടെ ആ മാതാപിതാക്കളുടെ സ്നേഹവും ബഹുമാനവും മാതാപിതാക്കൾ കൊടുത്തിട്ടുള്ള ആ പരിഗണനയും പരിചരണവും ഒക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പരസ്പരം പങ്കുവെക്കുന്നതിനുള്ളതിനും യാതൊരു സംശയമില്ല. മക്കളുടെയും കൊച്ചുമക്കളുടെയും ഒക്കെ സ്നേഹം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഇവിടെ ആയിരുന്ന സണ്ണിച്ചനാണേലും തന്നെ കൊണ്ടാകാവുന്ന രീതിയിൽ തൻ്റെ ഭാര്യ ആയിട്ടൊക്കെ സഹകരിച്ചുകൊണ്ട് മാതാപിതാക്കളെ ശുശ്രൂഷിക്കുന്ന കാര്യത്തിൽ അവർക്ക് വേണ്ടുന്ന പരിചരണം കൊടുക്കുന്ന കാര്യത്തിലെല്ലാം 17-ാമത്തെ യോഹന്നാന്റെ സുവിശേഷത്തിൽ പ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട്, പിതാവേ, ഭൂമിയിൽ ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി, അങ്ങനെ ഏൽപ്പിച്ച ജോലി ഞാൻ പൂർത്തിയാക്കി, ആകയാൽ അങ്ങേ പക്കൽ എന്നെ മഹത്വപ്പെടുത്തണമേ എന്ന്. തൻ്റെ ജീവിതത്തിൽ ഏൽപ്പിച്ച ജോലികളെല്ലാം പൂർത്തിയാക്കി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടാണ് കടന്നു പോകുക. 84-ാമത്തെ സങ്കീർത്തനത്തിൽ സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്നു, മീവിൽ പക്ഷികളും കുരുവികളും കുഞ്ഞുങ്ങൾക്കായിട്ട് കൂടെ അന്വേഷിക്കുന്നു. പ്രതാപവാനായ കർത്താവേ, അങ്ങയുടെ ബലിപീഠത്തിനരികിൽ അവർ കൂടൊരുക്കുന്നുവെന്ന്. തൻ്റെ ജീവിതം ഒരു പരിധിവരെ ബലിയായി തീർന്നുകൊണ്ട് തൻ്റെ പ്രവർത്തന മണ്ഡലങ്ങളിലും എല്ലാം ബലിയായി തീരാനായിട്ട് പ്രേരണ നൽകിയത് നമ്മുടെ കല്ലൂർക്കാട് പ്രസ്തേം ദൈവമാതാവിൻ്റെ ആ ബലിപീഠത്തോട് ചേർന്നുള്ള ജീവിതമാണ്. ഇപ്പോൾ വാർദ്ധക്യത്തിലാകുമ്പോൾ അച്ചാച്ചനും അമ്മച്ചിയും വൈകുന്നേരങ്ങളിൽ നടന്ന് വൈകിട്ടത്തെ ഞായറാഴ്ചയുടെ കുർബാനയിൽ പങ്കെടുത്ത് കടന്നു പോകുന്നതും അവിടെ ഉള്ളവരോടൊക്കെ സ്നേഹ സംഭാഷണം നടത്തി കടന്നു പോകുന്നതുമൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അച്ചാച്ചൻ ബലിപീഠത്തോട് ചേർന്ന് ജീവിക്കുക, അതോടൊപ്പം തന്നെ മക്കളെയും ബലിപീഠത്തോട് ചേർത്ത് ജീവിപ്പിക്കാനും സാധിച്ചു. അതിൻ്റെതായ ഗുണങ്ങൾ അവരുടേതായ ജീവിതത്തിൽ ധാരാളമുണ്ട്. ചാച്ചൻ്റെ ജീവിതത്തിൽ ഒത്തിരി നൊമ്പരങ്ങളും പ്രയാസങ്ങളുമുണ്ട്. ഒരു കൊച്ചുമകൻ്റെ ആകസ്മികമായ വേർപാടിൽ എൻ്റെ സർവ്വശക്തിയും തകർന്നു പോയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛ എന്നെ കരഞ്ഞ അവസരങ്ങളൊക്കെ ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നുണ്ട്. അവിടെയും ആ പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ടാണ് ഇത്രയും നാള് സർവ്വസഹനങ്ങളെയും അതിജീവിച്ച് രോഗത്തിൻ്റെതായ ബുദ്ധിമുട്ടുകളും മറ്റു മാനുഷികമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം സഹിച്ചുകൊണ്ടാണ് അച്ചായൻ ദൈവത്തെ മഹത്വപ്പെടുത്തി കടന്നു പോകുക. നമ്മുടെയൊക്കെ മക്കളുടെ ജീവിതത്തിൽ അഭിമാനമാണ് അപ്പൻ്റെ ജീവിതം. മക്കൾ ഓരോരുത്തരും അറിയപ്പെടുന്നത് അപ്പൻ്റെ മേൽവിലാസത്തിലാണ്. തീർച്ചയായിട്ടും ഈ അപ്പൻ ഈ മക്കൾക്ക് നൽകിയ നല്ല മേൽവിലാസം, അപ്പൻ്റെ ആ നല്ല ജീവിത ശൈലി മക്കൾക്കെന്നും ഗുണകരമാണ്. തീർച്ചയായിട്ടും മാതൃകാപരമായ ഒരു കുടുംബജീവിതം നൽകിക്കൊണ്ട് വിശ്വാസത്തിൻ്റെ പാതയിലൂടെ നടന്ന് മക്കൾക്ക് വിശ്വാസത്തിൻ്റെ പാത പകർന്നു കൊടുത്തുകൊണ്ട് കടന്നുപോയ അച്ചായനിലൂടെ കുടുംബത്തിനും മക്കൾക്കും ഈ ഇടവകയ്ക്കും സമൂഹത്തിനൊക്കെ ലഭിച്ച നല്ല കാര്യങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. മാനുഷികമായ കുറവുകളും ബലഹീനതകളും പോരായ്മകളും അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവ് ഈ ദാസനോട് കരുണ തോന്നി അങ്ങയുടെ നിത്യതയുടെ കൂടാരത്തിൽ ഈ ദാസനെ ചേർക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ അച്ചായൻ്റെ വേർപാട് ദുഃഖാർത്ഥരായിരിക്കുന്ന എല്ലാവർക്കും, കുടുംബാംഗങ്ങൾക്ക്, മക്കൾക്ക്, കൊച്ചുമക്കൾക്ക് എല്ലാവർക്കും ഇടവകയുടെ പേരിലും എല്ലാവരുടെയും പേരിലുള്ള അനുശോചനവും പ്രാർത്ഥനയും നേരുന്നു. ഈ ഭവനത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. അച്ചായൻ്റെ ആത്മാവിന് നിത്യശാന്തി കൊടുത്ത് കർത്താവ് നിത്യതയിൽ സ്വീകരിക്കട്ടെ. ദൈവം നമ്മളെ ഓരോരുത്തരെയും കാത്തുകൊള്ളട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും കർത്താവേ ആത്മാവിനോട് കരുണാകരമേ പ്രാർത്ഥിക്കാം. നിങ്ങളെ സൃഷ്ടിക്കുകയും അതിലുമായ കൃപയാനികളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായേ, നിന്റെ കൽപ്പനയാലെ ലോകമിട്ട് പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്തരമോത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാർ നിയോഗിക്കുന്നതിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
സൃഷ്ടി ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇരുപത്തിനാല് വഴി മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയും ശ്രവണവും പ്രദാചിതം മിശിഹായി വിദുരത്തിന്റെ മുഖത്തിന്റെ പ്രഭയാലി ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്ഞ വാസിയാക്കുകയും ചെയ്യണമെന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആത്മാവിനോട് കരുണ തോന്നണമേ. ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസനമണത്തിൽ സ്വയം കടന്നെത്തിയ മിശിഹായി കരയുന്നവരുടെ കണിയെ തുടക്കിയവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആത്മാവിനോട് കരുണ തോന്നണമേ. നിന്റെ ദാസന പാൽ വൃക്കുകയാളുടെ കുടുംബാംഗങ്ങളെയും ചർച്ചക്കാരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആത്മാവിനോട് കരുണ തോന്നണമേ. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ആത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ചെയ്യുന്നു. നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാനേ, കൂടപ്പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാനേ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചൊല്ലുക മർത്യാനീ, എന്തിനു കരയുന്നു? വ്യാകുല മാനസനായി എന്തിനു നീറുന്നു? തിരമാലകളാൽ തിങ്ങിമറിഞ്ഞിളകും കടൽ പോലെ. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാനേ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണത്തിൻ കാലടി കേൾപ്പൂ ഞാൻ, പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു. സാത്താൻ നിറയും പകയോടെ സതതമലട്ടുന്നു. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാനേ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്ത് ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ രാജനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മടിയെ എണീക്കുമാറാകട്ടെ.
വിശ്വസ്തരായ ഭൃത്യർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. സ്നേഹമുള്ളവരെ, രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. മാത്രം എൻ്റെ യാത്ര തീരുവാൻ ആകെയാര നാഴിക മാത്രം ഈയുടുപ്പു മാറ്റുവാൻ രാപ്പകൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ വസിക്കുന്നു. രാപ്പകലാ ദൈവനാമം പാടി പാടി വാഴ്ത്തുന്നു. സുഖം ഇപ്പോഴല്ല സമയം. സ്വന്ത നാട്ടിൽ ദൈവമുഖം കാൺകയത്രേ വാഞ്ചിതം. ഭാരങ്ങൾ കൂടുന്നതിനൊന്നും വേണ്ട യാത്രയിൽ ഭൂമിയിൽ ഞാൻ ചെയ്ത നന്മകൾ കൂടെ പോരുന്ന കൂട്ടുകാർ. വൻകൃപയാൽ അന്നു സ്വർഗദർശനം താരദീപമേന്തി ദൂതർ എന്നെ കാത്തു നിൽക്കുന്നു. സ്വർഗരാജ്യം മനോജ്ഞം സ്വപ്നത്തേക്കാൾ സുന്ദരം. ഭൂവിലെല്ലാം നിഴലു മാത്രം പൂർണ്ണത സ്വർഗത്തിൽ മാത്രം.
വാസസ്ഥലം എനിക്കുണ്ട് സ്വർഗത്തിൽ. ജീവവൃക്ഷത്തിൻ്റെ ഫലം ദൈവപറുദീസായിൽ. ശുദ്ധന്മാർക്കങ്ങു നൽകിയിടുന്നതാം ശ്രേഷ്ഠമാമവകാശത്തിൽ ശബ്ദമുയർത്തുമ്പോൾ കല്ലറവിടരും മൃതരുടെ എഴുതേക്കും. കണ്ടവൻ അവസാനം വിധിയുടെ നാളിൽ കൈവരുമാനന്ദം. നീതിമാന്മാർക്കെന്റെ കാര്യങ്ങൾ ആസ്വദിച്ചു. മേഘത്തേരിൽ നാഥരെഴുന്നള്ളും മൃതരെ വിളിക്കും. ജീവൻ അവർക്കേകും. ശരീരമറിയണം പ്രിയരെ നിങ്ങൾ കരയരുതകിലേശൻ പുനരുത്ഥാനം നൽകാൻ വരുമല്ലോ. ആദിമുതലേക്കും ഈശോനാഥ മരണവും ഇരുന്ന് കൈകളിലല്ലോ നിന്നെ നമിക്കുന്നു. സംരക്ഷിക്കുകയും ചെയ്യണമേ. ലഭിക്കണമേ. എന്നോട് ഭൂമിയുടെ രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും ധർമ്മസിദ്ധാത്മവുമായ സർവേശ്വര എന്നേക്കും. ദൈവത്തിന്റെ പൗർണമിയെ ഞാൻ നിന്നോട് യാത്ര പറയും. മാമോദീസാവഴിയെ വിശദീകരിക്കുകയും പരിശുദ്ധ കുർബാനയാൽ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു പുരാചകളാൽ ആത്മാനുവാദം ചൊല്ലുകയും ചെയ്ത പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എന്റെ പിതാക്കന്മാർ ആത്മീയപാലകരുമായ പുരോഹിതരെ, ദൈവവചനങ്ങളാൽ എന്റെ ആത്മാവിന് പോഷണം നൽകി നിങ്ങളോട് ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങൾ അവരുടെ പോകുന്നവെങ്കിലും എന്റെ സ്നേഹം നിങ്ങളോട് ഇവിടെ ഉണ്ടായിരിക്കും. സ്വർഗ്ഗരാജ നാമരമിക്കുന്നവരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എന്റെ സഹോദരനെ മനസ്സിലേക്ക് മനസ്സിലാക്കി മനസ്സിലാക്കി രക്ഷരാക്കുകയും വാഴ്ത്തപ്പെട്ടവനാകട്ടെ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി വിട്ടെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ.
പോകുന്നേ ഞാൻ എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാൻ നാഥന്റെ രാജ്യത്ത് പ്രവേശിപ്പിക്കണമേ. മണ്ണിൽ നിന്ന് മനുഷ്യരെ സൃഷ്ടിക്കുകയും അവരെ ഭൂമിയാക്കുകയും ചെയ്യുന്ന ദൈവമേ, നിന്റെ വിശുദ്ധന്മാർ ലോഹനമാകുന്നു. വിശുദ്ധ മാമോദീസാൽ മുദ്രിതവും വിശുദ്ധ കുർബാനയാൽ പ്രതിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായി ശരീരത്തിന് നിന്റെ ദൈവത്തിന്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ട ഈ കബറിടം നീ പവിത്രീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, അവിടുന്ന് എന്നെ കളിക്കുക, ഞാൻ നിർമ്മലനാകും. അതിലെന്നെ കഴുകുക, ഞാൻ മഞ്ഞിനേക്കാൾ ഭംഗിയുള്ളവനാകും. ഞങ്ങളുടെ പ്രാർത്ഥനകൾ പ്രതിഫലതുപോലെ ഇതിനെ പ്രസാദിപ്പിക്കട്ടെ. മനുഷ്യ, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് നിന്റെ മടങ്ങുന്നവർ ചെയ്ത സ്ഥലത്തിന്റെ നാഥനായ ദൈവം നിന്നെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടെ അവസാന ദിവസം നിലവിളിഭാഗം നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ കൂദാശകൾ അത്യുന്നത ദൈവത്തിന്റെ ന്യായസനത്തിന് എന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, മനുഷ്യ, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. അന്തിമോപചാരമർപ്പിക്കുവാനായിട്ടുള്ള സമയമാണ്. എൻ്റെ പദവിക്ക് നിങ്ങൾ പറയാൻ ശ്രദ്ധിക്കുക. ആദ്യം സ്ത്രീജനങ്ങളാണ്. കരുണയുടെ നിർത്തണമേ, നല്ലവരത്തു വലം ഭാഗേ. ആശ്രയിച്ചു ആരാധിച്ചു വണങ്ങുന്നു. അതുതാ ഞങ്ങൾക്ക് ദാനം രക്ഷയും ഉയരം നൽകുന്നു. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു, ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവന് ഭയം നീ നൽകണമേ മൃതനായുസ്സും. പാടും പാപങ്ങൾ മായ്ക്കാമേലെ മാമോദീസ വഴിയങ്ങേ നോക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവർ ആനന്ദിക്കും. കർത്താവേ, നിൻ ശോണിതവും ദിവ്യശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മുതലിൽ പ്രവഹിക്കുന്നു. ആദ്യം മുതലുള്ളവയെല്ലാം തെളിവായ എന്നുടെ നാഥാനിൻ തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായ എന്നെ വിധിക്കല്ലേ. ജീവൻ നൽകി മോനലമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. ആദ്യം മുതൽ നയിക്കുമാമേൻ സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോ മിശിഹ, ഞങ്ങളിതാ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ജനമെല്ലാം പ്രയത്നിക്കട്ടെ, ഞങ്ങളുടെ ഭക്തി ശരീരങ്ങൾ പ്രധാനം നീങ്ങുന്നു. നാഥാ, ഞങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവനല്ലോ നീ. ആമേനാമനും ഘോഷിക്കുവിൻ. സർവേശ്വരാ, നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ, നിത്യനമർത്യൻ പരിശുദ്ധൻ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. വിശുദ്ധീകരിച്ച കർത്താവേ, നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശുദ്ധീകരിക്കണമേ. മാലാഖമാരോടുകൂടെ സ്വർഗ്ഗത്തിൽ നിന്നെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവുമായ പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മരിച്ചവരെ ഉറപ്പിക്കുന്നവരും അവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നവരുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, നാഥനടങ്ങിടും അന്തിമനാളിൽ
മനുജനുഭാഗ്യം. കാരുണ്യമിടും വിധിയാൽ മാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. കരയറ്റവനായി ചിരമഹിമാവിൽ പിന്നെ വിളങ്ങും മുഖമൊടു കല്ലറ വിട്ടെഴുന്നേൽക്കും മനുജനുഭാഗ്യം. നാളനണഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമിടും വിധിയാൽ മാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. വരിക നിനക്കായി ആദിമുതൽ ഞാൻ കരുതിയ രാജ്യം നേടുക നാഥനിൽ നിന്നിതു കേൾക്കും മനുജനുഭാഗ്യം. നാദനണഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമിടും വിധിയാൽ മാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. ദൈവമേ പാവൽക്കടി കളയണമേ പരിശ്രയിപ്പിക്കുന്നവനെ നിന്റെ നാമത്തിന് സ്തുതിയെ. ദൈവമേ എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ, എന്റെ തെറ്റുകൾ തുടച്ചു മാറ്റണമേ. എന്തുകൊണ്ട് നാല് പാവം ഞാൻ അറിയുന്നു, ഞാൻ അവയെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. നിനക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി, നിന്റെ സന്നിധിയിൽ ഞാൻ തിന്മകൾ പ്രവർത്തിച്ചു. എന്റെ പാപം മോചിച്ചു കളയണമേ, എന്റെ കുറ്റങ്ങളെല്ലാം തുടച്ചു മാറ്റുകയും ചെയ്യണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ നീക്കുമാമേ. ദൈവമേ എന്റെ പാവങ്ങൾ കഴുകിക്കളയണമേ പരിശ്രയിപ്പിക്കുന്നവനെ നിന്റെ നാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ സമാധാനത്തോടുകൂടെ സജീവ ജീവദായകമായ ശബ്ദത്താൽ ആസനമേർപ്പിച്ച കർത്താവേ, ആശനാഹീയമായ ദാസനെ വിളിക്കുകയും ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പുറകുവാനും കടന്നു തീരുമാനമായ കർത്താവേ, ജീവനെയും നാഥനും പിതാമുതനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നയിക്കും. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉദ്ധാന പ്രതീക്ഷ മരണമറിഞ്ഞവരെ മഹിമയോടെ ഏൽപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. സ്നേഹമുള്ള നിങ്ങളോട് ചൊല്ലിടുന്നു യാത്ര ഞാൻ എൻ പിതാവിൻ പക്കലേക്ക് പോയിടുന്നു ഞാൻ മുതാ. സ്നേഹമുള്ള നിങ്ങളോട് ചൊല്ലിടുന്നു യാത്ര ഞാൻ എൻ പിതാവിൻ പക്കലേക്ക് പോയിടുന്നു
ഗീതി പാടുവാൻ ധന്യമായി ജീവിതം പോൽ കാമ്യമായതൊന്നുമേ ഇല്ല മണ്ണിലെന്നു നിങ്ങൾ എന്നുമേ സ്മരിക്കണേ. ശക്തിയോ പ്രതാപമോ വിദ്യയോ സമൃദ്ധിയോ നൽകിയില്ല തെല്ലുമേ ശാന്തിയന്ത്യവേളയിൽ. കാമകോപലോഭമോഹമൊക്കെ നീക്കി ലോകരെ ദാനമേകി ഇയാളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടുപോയ മിശിഹായുടെ മൗലിക ശരീരത്തിലെ യന്ത്രത്തെ അനുഗമിക്കുകയും സംസ്കാരത്തിൽ സഹദർശിയാൽ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരെയും ദൈവസമർത്ഥം അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങൾ വസിക്കുകയും അവിടുത്തെ കാരണം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യുമാറാകട്ടെ. എപ്പോഴും എപ്പോഴും ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ
ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും